എന്നോട് പറഞ്ഞാൽ മതി. ആ പ്രോബ്ലം നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ വാല്യൂ കിട്ടുന്ന 1K ആണ്. അതിനകത്ത് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കിർച്ചോഫ് കറണ്ട് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ആൻസറിലേക്ക് എളുപ്പത്തിൽ എത്താനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഹിയർ ദർ ഇസ് അനദർ പ്രോബ്ലം. Find the current IL. RL. This is IL. And this is R2. R2. R1. R1. Yes. That's good. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ കറണ്ട് IL. ഈ കറണ്ട് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് വി ഹാവ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഞാൻ സാധാരണ എഴുതാറില്ല, ജസ്റ്റ് എഴുതാം. R2 പ്ലസ് RL ആൻഡ് ഓപ്ഷൻ B VS into R2 divided by R2 plus RL and C minus VS by R2, something like that. ഇതുപോലത്തെ ഓപ്ഷൻ ഡിയോടെ എഴുതിയ minus VS into R2 divided by R2 plus RL. This was the option. Okay. So ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? You have to get IL in the form of VS. VSൻ്റെ ഫോമിൽ കിട്ടണം. ഓക്കെ, IL എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ പോയിന്റ് ആയിട്ട് എടുക്കുക. ലെറ്റ് ദിസ് പോയിന്റ് ഈസ് VA ആയിട്ട് എടുക്കുക. ദിസ് പോയിന്റ് ഈസ് VA. എന്താണ് VA എന്ന് പറയുന്നത്? VA എന്ന് പറഞ്ഞാൽ IL ഇൻറ്റു RL ആണ്. IL ഇൻറ്റു RL ആണ് VA എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് ദെൻ VA ഈസ് ഈക്വൽ ടു VB തന്നെയാണ്. V0 കണ്ടുപിടിക്കുക. then VB in case apply ചെയ്യുക. So you will get VS in the form of IL. If VS in the form of IL, that will be the answer. Okay, ഈ പോയിന്റിൽ നിങ്ങൾ KCL അപ്ലൈ ചെയ്യുക. സോ V0 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ്, ഈ പോയിന്റിൽ അപ്ലൈ ചെയ്ത ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് എന്തിൻ്റെ VAയുടെ ഫോമിൽ കിട്ടും, ILൻ്റെ ഫോമിലൊക്കെ കിട്ടും. then we have to apply at VBയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് VS in the form of V0 കിട്ടും. അത് രണ്ടോടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you will get IL. ഒന്ന് ചെയ്ത് നോക്കി. ഇത് ചെയ്തു വരുമ്പോൾ ചെറിയൊരു കോംപ്ലിക്കേഷൻ പോലെ തോന്നാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനീഷ്യലി VAയിൽ അപ്ലൈ ചെയ്യുക. If you apply KCL at VA, you will get VA divided by R2 plus VA divided by RL. This is IL. VA divided by RL is IL plus VA minus V0 divided by R2 is equal to 0.
Okay, so this can be replaced as I. From that, അതിനെ IL ആയിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you will get V0 എന്ന് പറയുന്നത് VA/R2 VA/R2 2VA/R2 കിട്ടും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ V0/R2 കിട്ടും. So from that you will get V0 as 2VA plus IL into R2. Equation 1. Okay, so what is VA? VA is equal to IL into RL ആണ്. RL ആണ്. So this IL into RL calculate ഇതിനകത്തേക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ, so this is equation 2. So the V0 should be IL is equal to IL into RL തന്നെയാണ്. IL കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you will get 2RL plus R2. So this is equation 3. Okay, so V0 in the form of IL കിട്ടി. So you got V0 in the form of IL കിട്ടി. If we apply VB, KCL at VB, you will get VS in the form of V0. Then അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. So IL അതിൻ്റെ ഫോം കിട്ടും. So apply KCL at VB. VBയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? VB minus VS divided by R1 plus VB minus V0 divided by R1 is equal to 0 എന്ന് കിട്ടും. So VB minus VS divided by R1 plus VB minus V0 divided by R1 is equal to 0. So this R1 and R1 cancel. 2VB minus VS is equal to V0 എന്ന് കിട്ടും. So from that VB is equal to 2VB minus V0. or V0 ഫോമിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ so this is V0 in the form of okay. So this is equation, this is equation 4. Okay, so 2VB minus VS. Also we know that VB is equal to VA. Virtual ground concept ആണ്. VA യും VB സെയിം ആണ്. Okay, and VA is, we all also know that VA is equal to IL into RL ആണെന്ന് അറിയാം. Okay, so നമ്മൾ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ V0 അറിയാം, VA അറിയാം. സോ ഈക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് VS ഈസ് ഈക്വൽ ടു 2VB മൈനസ് V0 എന്ന് കിട്ടും. സോ V0 ഈസ് ഈക്വൽ ടു 2VB മൈനസ് VS ആണെന്ന് അറിയാം. സോ വാട്ട് വിൽ ബി VS? VB ഈസ് ഈക്വൽ ടു IL ഇൻറ്റു RL ആണെന്നറിയാം. സോ VA ആണ്. VB ഈസ് ഈക്വൽ ടു VA ഈസ് ഈക്വൽ ടു IL ഇൻറ്റു RL ആണ്. സോ IL RL minus V0 is equal to IL into 2RL plus R2. So from that the equation is clear. This is 2IL into RL, 2IL into RL, that will be cancelled. That is VS is equal to minus IL into R2. That is, we have to find out the value of IL. IL is equal to minus VS divided by R2.
So this was the answer. Here there is answer. Okay, clear ആയോ? പ്രോബ്ലം ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, നിങ്ങൾ ഒന്നുകൂടി ഈ പ്രോബ്ലം ചെയ്ത് നോക്കണം. നിങ്ങളിപ്പോൾ ചെയ്തിട്ടുണ്ടാവും, ആൻസർ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഒന്നുകൂടി നിങ്ങൾ ചെയ്ത് നോക്കണം, നിങ്ങൾ ഈ ആൻസറിലേക്ക് എത്തുന്നുണ്ടോ എന്ന്. ഓക്കെ, എന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് റിപ്പീറ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഐഡിയ നിങ്ങൾ തന്നെ വിചാരിച്ചിട്ട് എങ്ങനെ ഇതിനകത്തായിട്ട് എത്താം എന്ന് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് IL-ൻ്റെ വാല്യൂ ആണ്. സോ IL-ൻ്റെ വാല്യൂ ഇൻ ദ ഫോം ഓഫ് VS-ൻ്റെ ഇതിനകത്താണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി VA ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ V0 ഇൻ ദ ഫോം ഓഫ് IL കിട്ടും. ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ VS ഇൻ ദ ഫോം ഓഫ് V0 കിട്ടും. അത് രണ്ടോടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ആൻസർ. ഓക്കെ, എല്ലാ പ്രോബ്ലംസും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ വി ഹാവ് അനദർ പ്രോബ്ലം. Find the output voltage. സംടൈംസ് പ്രോബ്ലത്തിൽ ഒത്തിരി ഓപ്പറേഷൻ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഒത്തിരി റെസിസ്റ്റേഴ്സ് ഒക്കെ കാണും. പക്ഷെ നമ്മൾ സിമ്പിൾ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ എളുപ്പത്തിലേക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഈ പ്രോബ്ലത്തിലും 2 ഓപ്പറേഷൻ ആംപ്ലിഫയർ ഉണ്ട്. മൈനസ് പ്ലസ് ഹിയർ പ്ലസ് ഈസ് plus 1 volt minus plus this is output. Here it is 8K, here it is 4K, here it is 2K, and here it is 1K, and here it is plus 1 voltage again. Here it is retention, and here it is a 7K, സർക്യൂട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയിട്ട് തോന്നും. നിങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് KCL അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, യു വിൽ ഗെറ്റ് ദ ആൻസർ. ഇനീഷ്യലി ഓരോ നോഡായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ദിസ് ഇസ് VA, ദിസ് ഇസ് VB, ദിസ് ഇസ് VC ആൻഡ് ദിസ് ഇസ് VD. നിങ്ങൾ ഓരോ നോഡായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ VAയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ബി VA ഈസ് ഈക്വൽ ടു VB തന്നെയാണ്. VA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫോമിൽ എഴുതി കഴിഞ്ഞാൽ V0ൻ്റെ ഫോമിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? V0 ഇൻറ്റു 1K ഡിവൈഡഡ് ബൈ 8K ആണ് VA എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് വിൽ ബി യു ഹാവ് ടു അസ്യൂം ഇനി ഈച്ച് പോയിന്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഓക്കെ, ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ തന്നെ ചെയ്തു പൊക്കോളൂ. ഹിയർ VA, വാട്ട് ഈസ് VA? VA ഈസ് ഈക്വൽ ടു ഇങ്ങോട്ടേക്ക് കറണ്ട് ഫ്ലോ ചെയ്യില്ല. കാരണം എന്താ? ഇത് ഗോൾഡൻ റൂൾ അനുസരിച്ച് ഒപ്പം ഡ്രോസ് നോ കറണ്ട് എന്നാണ് പറയുന്നത്. V0 ഇൻറ്റു 1K ഡിവൈഡഡ് ബൈ 8K. V0 ഇൻറ്റു 1K ഡിവൈഡഡ് ബൈ 7 plus 1K, that is 8K, that is V0 by simply V0 by
8k. Okay, സിംപ്ലി എഴുതി കഴിഞ്ഞാൽ V0 by 8k എന്നല്ല V0 by 8, kയും kയും ക്യാൻസൽ ആയി പോകും. സോ V0 by 8 is V. ഈ പോയിന്റ് V0 by 8. ഇത് കിട്ടിയത് മനസ്സിലായില്ലേ? V is equal to V0 by 8 എന്ന് V0 into 1k divided by 1 plus 7k, that is V0 by 8. ഇനി നിങ്ങൾ ഓരോ നോഡിൽ അപ്ലൈ ചെയ്താൽ മതി. ഫസ്റ്റ് നോഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ VBയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ you will get VC കിട്ടും. ദെൻ VDയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ V0 കിട്ടും. ഓക്കെ, സോ അപ്ലൈ 1 by 1 ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ KCL at VA. സോറി, VAയിൽ ഇനി അപ്ലൈ ചെയ്യേണ്ട VB. നോഡ് ബിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോഡിൽ അപ്ലൈ VB minus 1 divided by 1k plus VB minus VC divided by 2k is equal to 0 എന്ന് കിട്ടും. So from that is VB minus 1 divided by 1k plus VB minus VC divided by 2k equal to 0. Okay, so from that this is 2VB minus 2, that is 3VB minus 2 എന്ന് കിട്ടും. VC is equal to VC is equal to 3VB minus 2. But here we also know that VA and VB same ആണ്. Here VA is equal to VB, that is VC is equal to 3VA minus 2. Where VA നമുക്കറിയാം V0 by 8 ആണെന്ന്. That is VC is equal to 3 V0 by 8, that is 3 by 8 V0 minus 2. This is question 3. Okay, so this is VC, and then again apply KCL at node V, node VD. VDയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? VD minus VC divided by 4k minus plus VD minus V0 divided by 8k is equal to 0 എന്ന് കിട്ടും. So you apply, then you will get VD minus VC divided by 4k plus VD minus V0 divided by 8k is equal to 0. Here VD എത്രയാണെന്ന് തന്നിട്ടുണ്ട്. Because here it is 1 volt, VD is also 1 volt. VD is equal to plus 1 volt. 1 voltage ആണ്. So you have to apply. Then VD plus 1 voltage ആണെങ്കിൽ you will get VC in the form of, again in the form of V0, that is VD is equal to 1 volt, 1 volt, that is ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 8k എന്ന് കിട്ടുകയാണ്. സോ 2 minus 2 VC plus 1 minus V0 is equal to 0 എന്ന് കിട്ടും. So from that you will get 2 VC minus 2 is equal to 1 minus V0. So ഇപ്പോൾ നമുക്ക് എല്ലാ ഫോമും V0ൻ്റെ ഫോമിൽ നമുക്ക് കിട്ടും. സോ ഫ്രം ദാറ്റ് യു ഹാവ് ടു ഇങ്ങോട്ട് പോകും, V0 ഇങ്ങോട്ട് പോകും. സോ VC, ഈ VCക്ക് 3/8 എന്ന് കൊടുത്താൽ മതി. സോ V0 is equal to 3 minus 2 VC എന്ന് കിട്ടും. ഇതിൽ നിന്ന് then VCക്ക് ഈ ഇക്വേഷൻ കൊടുക്കുക. So this is equation 4. Apply equation 3. So V0 is equal to 3 minus 2 into VC is equal to 3/8 V0 minus 2. So from that
V0 is equal to 3 minus -1 voltage, that is 4 volt. V0 is equal to 4 voltage. Okay. സോ ഇങ്ങനെ നിങ്ങൾ ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ KCL അപ്ലൈ ചെയ്ത് പോയത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, ക്ലിയർ ആയോ? ഈ ആൻസറിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയോ ഈ പ്രോബ്ലത്തിൽ? നിങ്ങൾക്ക് 1-2 ഓപ്പറേഷൻ ആംപ്ലിഫയർ ഉണ്ട് എന്ന് കരുതി അതിനകത്ത് കൺഫ്യൂസ് ഒന്നും ആവണ്ട. എവറി പോയിന്റിൽ KCL അപ്ലൈ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ക്ലിയർ ആണോ ഈ പ്രോബ്ലം? മനസ്സിലായി ഈ പ്രോബ്ലം? ഓക്കെ ഓക്കെ ഓക്കെ. ഇതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ജാമിന് ചോദിച്ചൊരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. Let the magnitude of the gain of an inverting amplifier is X with switch S is open. When S is closed, the magnitude of gain becomes. That's the question. And the circuit will be this was the circuit. Answer 2x, x by 2, x minus 2. Question നിങ്ങൾ ഒന്നുകൂടെ വായിക്കുക. Let the magnitude of the gain of an inverting amplifier is x with S is open. S open ആയിരിക്കുമ്പം അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് x ആണ്. ഓക്കെ, x എന്ന് പറഞ്ഞ വാല്യൂ ആണ്. When S is closed, S closed ആയി കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഗെയിൻ എത്രയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷേ ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു പ്രോബ്ലമാണ്. നമുക്ക് ഇതിൻ്റെ ഐഡിയ കൺസെപ്റ്റ് മനസ്സിലായോ എന്ന് പറയാം. ഇൻവെർട്ടിങ് ആംപ്ലിഫയർ ആയ കാരണം ഇതിൻ്റെ ഗെയിൻ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? RF/R1 ആണ്. ഓക്കെ, ഇനീഷ്യലി സ്വിച്ച് ഓപ്പൺ ആകുമ്പോൾ എന്താണ് കിട്ടുക? ഇനീഷ്യലി സ്വിച്ച് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് കിട്ടുക ഗെയിൻ എന്ന് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സ്വിച്ച് ഓപ്പൺ ആണ്. സോ എഫക്റ്റീവ് R എന്ന് പറയുന്നത് R+R ആണ്. ദാറ്റ് ഈസ് 2R ഡിവൈഡഡ് ബൈ R ആണ്. ദാറ്റ് മീൻസ് 2 ആണ് അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. സോ എക്സിൻ്റെ വാല്യൂ 2 ആണ്. എക്സ് ഈസ് 2 ആണ്. വെൻ എസ് ഈസ് ക്ലോസ്ഡ്, എസ് ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ ഈ R എന്ന് പറഞ്ഞ ആറിൻ്റെ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ദെൻ വാട്ട് വിൽ ബി ദ മാഗ്നിറ്റ്യൂഡ്? മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ R/R 1 ആയിരിക്കും. സോ ഇനീഷ്യലി എക്സ് എന്ന് പറയുന്നത് 2 ആണ്, ഇനി 1 ആയി. അപ്പോൾ എന്താണ്, എത്രയായിരിക്കും വാല്യൂ? ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ?
ഗെയിൻ എത്രയായിരിക്കും? നിങ്ങൾക്ക് മനസ്സിലായില്ലേ പ്രോബ്ലം? സോ സം ഓഫ് ദം x/2. എക്സലൻറ്റ്. ഓക്കെ, x/2 ആയിരിക്കും അല്ലേ? കാണുമ്പോൾ തന്നെ അറിയാം, ഇനീഷ്യലി സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഇരട്ടിയായിരിക്കും. എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ 2 ആണ്. നൗ ദ സ്വിച്ച് ക്ലോസ്ഡ് ആണെങ്കിൽ എക്സ് ഗെയിൻ എന്ന് പറയുന്നത് 1 ആയി. ദാറ്റ് മീൻസ് എക്സ് 2 ആയിരുന്നു, 1 ആയി. ദാറ്റ് ഈസ് 1/2 ആയി. ദാറ്റ് ഈസ് x/2 ആയി ഗെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോ ഇതൊക്കെ ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? ഇതൊക്കെ കൺസെപ്റ്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, സോ another question. Wait. Find output voltage V0. ഇതിനകത്തും 2 ഓപ്പറേഷൻ ആംപ്ലിഫയർ ഉള്ളതാണ്. ബട്ട് ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്. ഓരോ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ KCL അപ്ലൈ ചെയ്താൽ മതി. കൺസിഡർ ദിസ് ഈസ് V1. This is V2. Okay. This was the question. Find the output voltage V0. So V0 should be in the form of V1 and V2 ന്റെ ഫോമിനായിട്ട് നമുക്ക് കിട്ടും. V0 in the form of V1 and V2 ന്റെ ഫോമിലായിട്ട് കിട്ടും. ഓരോ പോയിന്റുകൾ നിങ്ങൾ അസ്യൂം ചെയ്താൽ മതി. So this is V, so this is VA, this is VB, and this point is VC. ഒരു പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. Let first apply VA. VA apply ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you will get VB in the form of V1 കിട്ടും. ഓക്കെ, അത് മാറ്റി വയ്ക്കുക. Then apply, you have to apply in VB. VB apply ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ VC in the form of കിട്ടും. Then you have to apply VC apply ചെയ്യുക. VC apply ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1/1 ആയിട്ട് കിട്ടും. Okay, so you will get V0. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കി.
What is VA? VA is V1. VA is okay. This is equation 1, and you have to apply in VC. If you apply in VC, you will get ഇങ്ങനെ കിട്ടും. So what is VC? Here VC എന്ന് പറയുന്നത് V2 തന്നെയാണ്. V2 minus VB, so you will get V2 minus VB divided by R1 plus that V2 minus V0 divided by R2 is equal to 0. Okay, and also put VB the value add here, so that is V2, you will get 1 plus R2 divided by R1 minus V1 1 plus R2 is equal to, so from that V0 is equal to 1 plus R2 divided by R1 V2 minus V. Okay. So you have to just apply that KCL at each node, you will get the answer. So initially VA apply you will get VB in the form of V1. VC apply you will get V0 in the form of V1 and V2. So that was the answer. Clear ആയില്ലേ ഇത്? Clear അല്ലേ ഈ problem? ഓക്കെ, അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇപ്പം 2 ഓപ്പറേഷൻ ആംപ്ലിഫയർ അല്ല 3 4 ഓപ്പറേഷൻ ആംപ്ലിഫയർ ആണെങ്കിൽ പോലും നിങ്ങൾ 1 by 1 ആയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, Q9 is also an important problem. So in this problem, the wiper, here a potentiometer കൊടുത്തിട്ടുണ്ട്, അതിനാണ് വൈപ്പർ എന്ന് പറയുന്നത്. വൈപ്പർ ഓഫ് 20 kilo in potentiometer. In the figure is positioned halfway, മിഡിൽ വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. Then find VC. ഓക്കെ, ഇവിടെ പൊട്ടൻഷ്യോമീറ്റർ മിഡിൽ വെച്ചിരിക്കുകയാണ്, അങ്ങനെയാണ് V0 എത്രയായിരിക്കും. Here we given a 2 voltage supply.
പൊട്ടൻഷ്യോമീറ്റർ ഹാഫ് വേയിൽ വെച്ചിരിക്കുകയാണ്. അത് 20Kയുടെ പൊട്ടൻഷ്യോമീറ്ററാണ്, അത് ഹാഫ് വേയിൽ വെച്ചിരിക്കുകയാണ്. $10K. $15K. Okay, so this was the question. ഓക്കെ, ഇതിൻ്റെ ഈ പ്രോബ്ലത്തിൻ്റെ ക്ലൂ തന്നെ വൈപ്പർ എക്സാക്ട്ലി ഹാഫ് വേയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മേളിലേക്ക് 10K ഉണ്ടാവും, ഇതിൻ്റെ താഴേക്കും 10K ഉണ്ടാവും എന്ന കൺസെപ്റ്റിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയ പ്രോബ്ലം? സോ ക്യാൻ ബി ജസ്റ്റ് റീഡ്രോ the problem as ഹാഫ് വേയിൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. This is 10K, also 10K, exactly in half wave. So this point, okay. So from this you can read order like this. Problem തന്നിരിക്കുന്നതെന്ന് നമുക്ക് ഇങ്ങനെ റീഡ്രോ ചെയ്യാം. Zero, 15K. Okay. Then you have to apply. Consider this point is V1, this point is V2. If you apply in V1, you will get V2 in the form of voltage, and if you apply in V2, you will get V0. Okay, നിങ്ങൾക്കത് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? apply KCL at V1. V1 minus 2 divided by 10K plus V1 divided by 10K, because this can be considered as ground, plus V1 minus V2 divided by 10K equal to 0. So from that you will get V2 is 0, here it is 0, V2 is 0. So from that V1 minus 2, V1 minus 2, that is 10K, 10K, that is 3V1. So you will get 3V1, 2 minus 1, that is 2. That is 3V1 is equal to 2. That is V1 is equal to 2 by 3 voltage. This V1. This is equation 1. And if we apply in V2, apply KCL in V2, we will get VA minus V1 divided by 10K. Yes, sir. V2 minus V1, sorry. V2 minus V1 divided by 10K plus V2 minus V0 divided by 15K. Not VA. This is Okay, V2 minus V0 divided by 15K is equal to 0. From that you can V2 is equal to 0 because this voltage is 0. So V2 0 ആണെങ്കിൽ
that is v1 by 10k is equal to minus v0 by 15k എന്ന് കിട്ടും. That means v0 is equal to, on that v0 is equal to minus 3 by 2 minus 3 by 2 v1 എന്ന് കിട്ടും. Put v1 here, that is v0 is equal to minus 1 volt. We get the answer. Okay, so you will get the answer v0 is equal to 1 volt minus 1 voltage. Clear ആയോ? അപ്പോൾ ആകെ ഇതിനകത്തുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എക്സാക്ട്ലി ഹാഫ് പേ എന്ന് പറഞ്ഞാൽ ഈ 20K നിങ്ങൾ എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യണം. 10K ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇനീഷ്യലി അറ്റ് സെൻറ്ററിലാണ്. ഓക്കെ, I think it is also clear to you. And we have another problem. Okay, the question is, when the switch S2 is closed, the gain of amplifier become. Okay, that was the question. S2 എന്ന് പറഞ്ഞ സ്വിച്ച് ക്ലോസ്ഡ് ആണെങ്കിൽ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. This was the first switch. This is S1 and this is 2K. This was the second switch. This is S2 and this resistance is 1K. $500 ohm. This switch is S3. We can have one more switch, S4. $500. Okay. So if S2 is closed, what will be the output voltage? What will be the gain of the amplifier? Not output voltage, V0 by Vin കാണാനാണ് പറഞ്ഞത്. S2 closed ആണെന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം ഓപ്പൺ ആണ്. So the feedback resistance will be 2K and this R1, this is RF and this is R1 is 1K plus 500 plus 500, that is also 2K. That means the gain, this is a non-inverting amplifier, so the gain will be, what is the gain? RF by R1, isn't it? Here RF is 2K and what will be the R1? R1 is equal to R1 എത്രയാണ്? 1K plus 500 ohm plus 500 ohm. ഇതൊക്കെ സീരീസ് ആണ്. ഇതൊക്കെ ഓപ്പൺ ആയ കാരണം ഇതൊക്കെ സീരീസ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്.
So okay, plus 500 ohm plus 500 ohm is equal to also equal to 2k. That is gain is equal to 1 plus R by R1, that is 1 plus 1 by 1, 2. Okay, clear ആയോ? ഇനി സം ഇൻഡക്ടറും കപ്പാസിറ്ററൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതുപോലത്തെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. സോ Q10 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find output voltage V0. Here we have system. Here the feedback is an inductor with 100 millihenry, and here it is 10 ohm. This is R1, and here it is the input voltage. V is given as 10 cos 100t, 10 cos 100t, and it is another resistor R2, it is 100 ohm, and also a capacitor. So what here is given to another amplifier, minus, plus, and here it is a capacitor. ഇവിടെ ഫീഡ്ബാക്ക് ഒന്നിൻ്റെ ഫീഡ്ബാക്ക് ഇൻഡക്ടറാണ്, ഒന്നിൻ്റെ കപ്പാസിറ്ററാണ്. 10 microfarad. This is V0. You have to find out the output voltage V0. Okay. So ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടുമ്പം നമുക്ക് ഇതിൽ നിന്നറിയാം what is XL, the impedance offered by an inductor. This is an here. ഇതിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ RF by R1 ആണ്. ഇവിടെ RFന് പകരം ഒരു ഇൻഡക്ടറാണ് തന്നിരിക്കുന്നത്. ഇൻഡക്ടറിൻ്റെ ഇമ്പിഡൻസ് ആണ് നമ്മളപ്പോൾ നോക്കേണ്ടത്. അതുപോലെ ഇവിടെ തന്നെ നമ്മൾ നോക്കേണ്ടത് കപ്പാസിറ്ററിൻ്റെ ഇമ്പിഡൻസ് ആണ് നോക്കേണ്ടത്. സോ വി നോ ദാറ്റ് വാട്ട് ഈസ് XL. XL is the impedance offered by the inductor. XL is equal to omega L. Okay, and also it is XC. XC is equal to 1 by omega C. Okay, so consider this is the point V0 dash. V0 dash ആണെങ്കിൽ ആദ്യം V0 ഡാഷിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമുക്ക് കൺവെൻഷൻ രീതിയിൽ എന്താണോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, കൺസിഡർ ദിസ് പോയിന്റ് VA ആയിട്ടും VB ആയിട്ട് എടുക്കുക, ആൻഡ് ദിസ് പോയിന്റ് VC പോയിന്റ് ടു പോയിന്റ് ആയിട്ട് നിങ്ങൾ KCL അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ അതർവൈസ് യു ക്യാൻ ഡയറക്ട്ലി അപ്ലൈ ദ ഗെയിൻ കണ്ടീഷൻ. ഗെയിൻ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് RF by R1 ആണ് ഇതിൻ്റെ ഗെയിൻ. V in ഇൻറ്റു, അപ്പോൾ ഇത് VB എന്ന് പറയുന്നത് എന്താണ്? സോ ഹിയർ VB എന്ന് പറയുന്നത്, ഹിയർ VB is equal to മൈനസ് XL ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു V in ആണ്. വേറെ XL എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ L ആണ്. സോ ദിസ് വിൽ ബി, ദറ്റ് ഈസ് VB വിൽ ബി മൈനസ് ഒമേഗ L divided by R1 into V in. This is equation 1. Okay, equation 1.
and you have to take care of this amplifier. This is A1 and this is A2 and ഈ ഔട്ട്പുട്ടാണ് ഇതിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗെയിൻ എന്താണ്? സോ കൺസിഡർ A2 ആംപ്ലിഫയർ. A2 ആംപ്ലിഫയർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നുണ്ടെങ്കിൽ മൈനസ് XC ഡിവൈഡഡ് ബൈ R2 ഇൻറ്റു VB ആണ്. സോ V0 is equal to minus XC divided by R2 into VB ആണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ദിസ് വിൽ ബി ദ ഔട്ട്പുട്ട്. ഓക്കെ, സോ XC എന്ന് പറയുന്നത് 1/ωc ആണ്. സോ യു ഹാവ് ടു പുട്ട് ദ ഇക്വേഷൻ V0 minus 1/ωc divided by R2 into VB is equal to minus omega L divided by R1 into VE. Okay, so that omega will be cancelled out and L by C R2 into R1. Okay, L by C R2 by R1. So from that the equation will be omega cancel. L is 10 millihenry, that is 10 into 10 raised to minus 3 divided by C is equal to 10 microfarad, 10 into 10 raised to minus 6 divided by R2 into R1, that is R1 is 10 ohm and R2 is 100 ohm. Okay, so this will cancel and from that the output voltage will get us 10 raised to 3, 10 raised to, this is 10 raised to minus 3, this 10 raised to minus 3, that is simply, that is 2. So the output voltage V0 10 cos 100t. Okay, ക്ലിയർ ആയോ നിങ്ങൾക്ക് ഈ ഐഡിയ? അപ്പം നമ്മൾ എന്താണെങ്കിലും ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്, നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ XL ഇമ്പിഡൻസ് ഓഫേർഡ് ബൈ ദ ഇൻഡക്ടർ എന്ന് പറയുന്നത്, ഇൻഡക്ടർ ആണെങ്കിൽ ωL ആയിരിക്കും വരുന്നത്, കപ്പാസിറ്റർ ആണെങ്കിൽ 1/ωc ആയിരിക്കും വരുന്നത്. ഓക്കെ, ആ ഡിഫറൻസ് നിങ്ങൾ നോക്കിയാൽ മതി. ഇറ്റ്സ് നിങ്ങൾ പിന്നെ ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. സോ യു വിൽ ഗെറ്റ്, ഇതിൽ ഈ പ്രോബ്ലത്തിൽ കൺസിഡർ V0 വിൽ ഗെറ്റ് ആസ് Vin, ബാക്കിയെല്ലാം ക്യാൻസൽ ആയി പോവും. സോ V0 ഈസ് 10 cos 100t. ഓക്കെ, ക്ലിയർ ആയോ? അത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ആ പറഞ്ഞു, ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു. ആ ഓ സോറി, എൻ്റെ പ്രോബ്ലത്തിൽ തെറ്റായിരുന്നു. 10 millihenry ആണ്, സോറി. $10 millihenry ആണ് കേട്ടോ. എടുത്ത മിസ്റ്റേക്കാണ്, എടുത്ത് എഴുതിയപ്പോൾ കിട്ടിയ മിസ്റ്റേക്കാണ്. ഓക്കെ ഓക്കെ, ഇതുപോലെ തന്നെ അപ്പം നിങ്ങൾക്ക് ഈ ഐഡിയ ക്ലിയർ ആയെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് പ്രോബ്ലം, find the gain of circuit if R1, R2, R3 as 1 ohm. Okay, find the gain of the circuit.
This is R1, this is R1, C, this is the circuit. Here R1, R2, R3 is equal to 1 ohm and L is equal to 1 microhenry and C is equal to 1 microfarad and V in is equal to cos 10 raised to 6 T. Okay. So you have to apply one by one ആയിട്ട് അപ്ലൈ ചെയ്യുക. ഇതെന്ന് പറയുന്നത് ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് 1+RF/R1 ആണ്. ഇവിടെ RFൻ്റെ സ്ഥാനത്ത് R1ഉം R1ൻ്റെ സ്ഥാനത്ത് ω/L ആണ്. ഓക്കെ, സോ ഇതിലേറ്റവും ഓരോ പോയിന്റിലായിട്ട് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിഡർ ദിസ് ഇസ് VA, VB ആൻഡ് VC. ഓക്കെ, സോ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് VB as 1+R1 എന്തെന്ന് കേട്ടെ R1 ഡിവൈഡഡ് ബൈ ω/L ഇൻറ്റു V ഇൻ ഈസ് ഈക്വൽ ടു VB എന്ന് കിട്ടും അല്ലേ. 1+RF/R1 എന്നല്ലേ കിട്ടുന്നത്. 1+R1 ഡിവൈഡഡ് ബൈ ω/L ഇൻറ്റു V ഇൻ ഈസ് ഈക്വൽ ടു VB എന്ന് കിട്ടും. ദെൻ VC ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. -R3/R1 എന്ന് കിട്ടും. ഇവിടെ R1 എന്ന് പറയുന്നത് R1+XC ആണ്. ഓക്കെ, സോ അതിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടേണ്ടത് ഗെയിൻ ഷുഡ് ബി -1. -1 ആണ് ആൻസർ കിട്ടേണ്ടത്. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന്? മനസ്സിലായോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇത് പ്രോബ്ലം എങ്ങനെ ചെയ്യേണ്ടതെന്ന്? അപ്പോൾ VB എന്ന് പറയുന്നത് എങ്ങനെ കിട്ടുന്നത്? ഇതൊരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയതുകൊണ്ട് ആ ഫോമിൽ കിട്ടും. വി ഇൻ ഇൻറ്റു ആ ഗെയിനിൻ്റെ ഫോമിൽ കിട്ടും. ഇതൊരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയ കാരണം -R3 പ്ലസ് ഡിവൈഡഡ് ബൈ ദിസ് പ്ലസ് ദിസ് എന്നാണ് കിട്ടുക. ഓക്കെ, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. -1 ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നോട് പറഞ്ഞാൽ മതി, നമുക്കിത് ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്കിത്? ഐഡിയ ക്ലിയർ ആയോ? ഓക്കെ, സോ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോബ്ലത്തിൽ ഏതെങ്കിലും പ്രോബ്ലത്തിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, നമുക്കത് ക്ലിയർ ആക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഡിഫറൻസ് പ്രോബ്ലം കിട്ടുകയാണ് നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാം. നമുക്കത് മാക്സിമം സോൾവ് ചെയ്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എല്ലാവർക്കുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്ന രീതിയിലാക്കാം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ,
പ്രൊവൈഡഡ് ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകയും ചെയ്യണം കേട്ടോ, എല്ലാ പ്രോബ്ലംസും. ഓക്കെ, താങ്ക് യു.